ഹായ് ഫ്രണ്ട്സ്, ഇനി നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ത്രെഡ്സ് ആണ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ് ത്രെഡ്സ്. ഇത് എക്സാമിന് ചോദിക്കാറുണ്ട്. ത്രെഡ് എന്താണെന്നും അതേപോലെ തന്നെ ത്രെഡിൻ്റെ സ്റ്റേറ്റ്സ് ഒക്കെ ചോദിക്കാറുണ്ട്. അതേപോലെ തന്നെ മൾട്ടി ത്രെഡിങ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. എന്തായാലും ത്രെഡ് എന്താണെന്നില്ല നമുക്ക് കുറച്ച് നോക്കാം. എ ത്രെഡ് ഈസ് എ സ്മോളസ്റ്റ് ഇൻഡിപെൻഡൻറ്റ് യൂണിറ്റ് ഓഫ് എക്സിക്യൂഷൻ ദാറ്റ് ക്യാൻ ബി ഷെഡ്യൂൾഡ് ബൈ ആൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ത്രെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മോളസ്റ്റ് ആയിട്ടുള്ള ഇൻഡിപെൻഡൻറ്റ് യൂണിറ്റ്സ് ഓഫ് എക്സിക്യൂഷനാണ്. അത് എന്ത് ചെയ്യുക, ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഷെഡ്യൂൾ ചെയ്യുന്ന സ്മോളസ്റ്റ് ആയിട്ടുള്ള ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു യൂണിറ്റിനെ നമ്മൾ എന്ത് പറയുന്നത്, ഒരു ത്രെഡ് എന്ന് പറയുന്നത്. ത്രെഡ് എന്തുണ്ടാവും, ലൈറ്റ് വെയ്റ്റ് പ്രോസസ്. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ലൈറ്റ് വെയ്റ്റ് പ്രോസസ്. ത്രെഡിന് എന്ത് ചെയ്യും, ലൈറ്റ് വെയ്റ്റ് പ്രോസസ് എന്ന് വിളിക്കാറുണ്ട്. ഓക്കെ, എ സിംഗിൾ പ്രോസസ് ക്യാൻ കണ്ടെയ്ൻ മൾട്ടിപ്പിൾ ത്രെഡ് ദാറ്റ് ക്യാൻ റൺ കൺകറൻസ്ലി. എന്തുണ്ടാവും, ഒരു സിംഗിൾ പ്രോസസ്സിൽ എന്തുണ്ടാവും, ക്യാൻ കണ്ടെയ്ൻ മൾട്ടിപ്പിൾ ത്രെഡ്സ്. ഒരു സിംഗിൾ പ്രോസസ്സിൽ എന്തുണ്ടാവും, മൾട്ടിപ്പിൾ ആയിട്ടുള്ള ത്രെഡുകൾ ഉണ്ടായിരിക്കും. ദാറ്റ് ക്യാൻ റൺ കൺകറൻ്റ്ലി. കൺകറൻ്റ് ആയിട്ട് റൺ ചെയ്യുന്ന മൾട്ടിപ്പിൾ ആയിട്ടുള്ള ത്രെഡ് ആയിരിക്കും ഒരു സിംഗിൾ പ്രോസസ്സിൽ ഉണ്ടായിരിക്കാം. ഓക്കെ, എ ത്രെഡ് ഷെയർ ദ സെയിം മെമ്മറി ആൻഡ് റിസോഴ്സസ് ഓഫ് ദെയർ പാരൻറ്റ് പ്രോസസ് ബട്ട് മെയിൻറ്റെയിൻ ദെയർ ഓൺ എക്സിക്യൂഷൻ സ്റ്റേറ്റ്. ഒരു ത്രെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം മെമ്മറിയും അതേപോലെ തന്നെ റിസോഴ്സസും എന്തുണ്ടാവും, ഷെയർ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ ഒരു പ്രോസസ്സിൻ്റെ അതായത് ഒരു പ്രോസസ്സിൽ ഒന്നിലധികം എന്തുണ്ടായും, അതായത് മൾട്ടിപ്പിൾ ആയിട്ടുള്ള ത്രെഡ് ഉണ്ടായിരിക്കും. അങ്ങനെ ആയതുകൊണ്ട് തന്നെ ഇവരൊക്കെ എന്ത് ചെയ്യും, കോമൺ ആയിട്ട് എന്ത് ഉണ്ടാവും, ഒരു മെമ്മറിയും അതേപോലെ തന്നെ റിസോഴ്സസും ഷെയർ ചെയ്യുന്നുണ്ടാവും. സെയിം മെമ്മറിയും റിസോഴ്സസും എന്തുണ്ടാവും, ഷെയർ ചെയ്യുന്നുണ്ടാവും. അങ്ങനെ ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും their പാരൻറ്റ് ബട്ട് മെയിൻറ്റെയിൻ their ഓൺ എക്സിക്യൂഷൻ സ്റ്റേറ്റ്. അപ്പോൾ അവർക്ക് എന്തുണ്ടാവും, അവരുടേതായിട്ടുള്ള എക്സിക്യൂഷൻ സ്റ്റേറ്റ്സുകളുണ്ടായിരിക്കും. അപ്പോൾ അത് ഒരു പാരൻറ്റിൻ്റെ സെയിം മെമ്മറിയും സെയിം റിസോഴ്സസും ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അവർക്കുണ്ടാവും their ഓൺ അവരുടേതായിട്ടുള്ള സ്റ്റേറ്റ്സുകളുണ്ടായിരിക്കും. ഓക്കെ, ഇനി എക്സാമ്പിൾ പറയാന്ന് വെച്ചെങ്കിൽ ഇപ്പോൾ നമ്മളൊരു വെബ് ബ്രൗസർ തുറന്നു. ഒരു വെബ് ബ്രൗസറിൽ നമ്മൾ എന്ത് ചെയ്യാം, ഒരു വെബ് പേജ് ലോഡ് ചെയ്ത് എന്തെങ്കിലും സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യും, വേറൊരു ടാബ് ഓപ്പൺ ചെയ്യുന്നു. ആ ടാബ് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാം, അതിലെന്തെങ്കിലുമൊക്കെ ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു സോങ്ങോ എന്തെങ്കിലും നമ്മൾ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു ടാബിൽ. വേറൊരു ടാബ് നമ്മൾ ഓപ്പൺ ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഒരു ഫിലിമോ എന്തെങ്കിലും നമ്മൾ ഡൗൺലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ബ്രൗസിങ്ങിൽ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നോക്കിയേ, ഇപ്പോൾ ഒരൊറ്റ പ്രോസസ്സാണ് അല്ലേ, ഒറ്റ പ്രോസസ്സാണ് അവിടെ നടക്കുന്നത്. എന്ത്, ബ്രൗസിങ്, ആ ഒരു ബ്രൗസറിൻ്റെ. പക്ഷേ അതിൻ്റെ രണ്ടിൽ എന്തുണ്ട്, 3 ത്രെഡുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒന്ന് നമ്മൾ സാധാ സെർച്ചിങ് നടക്കുന്നു, ഒന്ന് ബാക്ക്ഗ്രൗണ്ടിൽ എന്തുണ്ടാവും, മ്യൂസിക് പ്ലേ ചെയ്യുന്നു, ഒന്നിൽ എന്തുണ്ടാവും, ഡൗൺലോഡിങ് നടക്കുന്നു. മനസ്സിലായോ? ഇതാണ് ഒരു ത്രെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അവിടെ 3 ത്രെഡാണ് ഒറ്റ പ്രോസസ്സിൻ്റെ. മനസ്സിലായില്ലേ? ഇനി ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം അല്ലേ. ഫീച്ചേഴ്സ് ഓഫ് ത്രെഡ് ഷെയർ. ത്രെഡിൻ്റെ ഫീച്ചർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെമ്മറി, ഫയൽസ്, പ്രോസസ്സ്, റിസോഴ്സസ് ഒക്കെ എന്ത് ചെയ്യുക, അവർ ഷെയർ ചെയ്തുകൊണ്ടാണ് ചെയ്യുക. പാരൻറ്റിൻ്റെ എന്ത് ചെയ്യുക, മെമ്മറി ഷെയർ ചെയ്യുന്നു, ഫയൽ ഷെയർ ചെയ്യുന്നു, പ്രോസസ്സൊക്കെ എന്ത് ചെയ്യും, ഷെയർ ചെയ്യുന്നു. പക്ഷേ ഈച്ച് ത്രെഡ് ഹാസ് ഇറ്റ്സ് ഓൺ പ്രോസസ്, പ്രോഗ്രാം കൗണ്ടറും പ്രോഗ്രാം രജിസ്റ്റർ സെറ്റ്, സ്റ്റാക്ക്. അപ്പോൾ ഒരു ത്രെഡ് എന്തുണ്ടാവും, ഷെയറിങ് കോമൺ ആയിട്ട് ഷെയർ ചെയ്യും. മെമ്മറി, ഫയൽസ്, റിസോഴ്സസ് ഒക്കെ അവർ ഷെയർ ചെയ്യും. പക്ഷേ ഈച്ച് ത്രെഡിന് എന്തുണ്ടാവും, അവരുടേതായിട്ടുള്ള പ്രോഗ്രാം കൗണ്ടർ ഉണ്ടായിരിക്കും, രജിസ്റ്റർ സെറ്റ് ഉണ്ടായിരിക്കും, അതേപോലെ തന്നെ സ്റ്റാക്കും ഉണ്ടായിരിക്കും. ഇനി അടുത്ത് നമുക്ക് നോക്കാം കോമൺ ത്രെഡ് മോഡ്സ്. ഓക്കെ, മോഡൽസ് ഏതൊക്കെയാണല്ലേ, കോമൺ ത്രെഡിങ് മോഡൽസ് എന്തൊക്കെ, മെനി ടു വൺ, വൺ ടു വൺ, മെനി ടു മെനി. ഇത് നമ്മൾ പിന്നീട് ഡിസ്കസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഇവിടെ പേര് മാത്രം പറഞ്ഞു പോകുന്നത്. കോമൺ ത്രെഡിങ് മോഡൽസ് എന്തൊക്കെ, മെനി ടു വൺ, അതേപോലെ തന്നെ വൺ ടു വൺ, മെനി ടു മെനി എന്ന് പറഞ്ഞിട്ടുള്ള മെയിനായിട്ടുള്ള 3 മോഡൽസാണുള്ളത്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം, മൾട്ടി ത്രെഡിങ് നമുക്ക് എന്ത് ചെയ്യാം, എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ.